തണുപ്പുള്ള രാത്രിയിൽ വീട്ടിനകത്ത് കയറി വന്ന് ഭയപ്പെടുത്തിയ മൂർഖനിലൂടെ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാകുമെന്ന് നയനയും അമ്മയും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. ഭയപ്പെടുത്തിയെങ്കിലും നന്ദി പറയുകയാണ് ആ മൂർഖനോട് ഇപ്പോൾ ഈ അമ്മയും മകളും. ഈ അമ്മയുടെയും മകളുടെയും സങ്കടം കേട്ടറിഞ്ഞ് അവരെ സഹായിക്കാനെത്തിയത് സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 2 വർഷം മുൻപ് വീട്ടിലൊരു വലിയ മൂർഖൻ പാമ്പ് കയറി. അതിന്റെ ശീൽക്കാര ശബ്ദം കേട്ട് ഞാനും അമ്മയും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ആ പാമ്പിന്റെ ശബ്ദവും ഞാൻ അനുകരിക്കാറുണ്ട്. സ്കൂൾ കലാമേളയിൽ ഹയർ സെക്കൻഡറി മിമിക്രിയിൽ മികച്ച പ്രകടനം നടത്തിയ നയന മത്സരശേഷം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. വളരെ നിഷ്പ്രയാസം ജീവികളുടെ ശബ്ദം അനുകരിച്ച് എ ഗ്രേഡ് നേടിയ നയനയ്ക്ക് ഇനി ഇഴജന്തുക്കളെ പേടിക്കാതെ വീട്ടിൽ കഴിയാം. ടാർപോളിൻ ഷീറ്റിട്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീടിന് പകരം പുതിയ വീട് കിട്ടും. സുരേഷ് ഗോപിയാണ് വീട് നിർമ്മിച്ച് നൽകുക. മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റ് ഇതിനായി പണം നൽകും. സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഇരിങ്ങാലക്കുട ആനന്ദപുരം അരീക്കരയിൽ വീട്ടിലെത്തി നയനയും അമ്മ പ്രീതിയും സന്തോഷ വിവരം അറിയിച്ചു. എത്രയും പെട്ടെന്ന് വീട് നിർമ്മാണം ആരംഭിക്കുമെന്നും അനീഷ് പറഞ്ഞു. പരേതനായ മണികണ്ഠന്റെ പ്രീതിയുടെ മകളാണ് നയന. മണികണ്ഠൻ നന്നായി ശബ്ദാനുകരണം നടത്തുന്ന വ്യക്തിയായിരുന്നു. മൃഗങ്ങളുടെയൊക്കെ ശബ്ദം അനുകരിക്കാൻ അച്ഛൻ തന്നെയാണ് മകളെ പഠിപ്പിച്ചത്. ഗുരുതരമായ അസുഖം ബാധിച്ചു 4 വർഷം മുൻപ് മണികണ്ഠൻ മരിച്ചതോടെ നയനയും കുഞ്ഞു അനുജത്തിയും പ്രീതിയും അമ്മുമ്മ തങ്കമണിയും ദുരിതത്തിലായി. പ്രീതി തയ്യലിലൂടെ കണ്ടെത്തുന്ന തുച്ഛ വരുമാനമാണ് കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത്. നയന സംസ്ഥാന കലോത്സവത്തിന് യോഗ്യത നേടിയതറിഞ്ഞ് സമീപത്തുള്ള ക്ഷേത്ര കമ്മിറ്റി സ്വരൂപിച്ച് നൽകിയ 1000 രൂപയുമായാണ് അമ്മയും മകളും തിരുവനന്തപുരത്തെത്തിയത്. ഓരോ പെൺകുഞ്ഞിലും സ്വന്തം മകളെ കാണുന്ന ഒരു അച്ഛൻ, അതാണ് സുരേഷ് ഗോപി. ഒരു പെൺകുഞ്ഞിൻ്റെയും കണ്ണ് നനഞ്ഞാൽ ഈ അച്ഛനെ സഹിക്കില്ല. അങ്ങനെ എത്ര കാഴ്ചകളാണ് സുരേഷ് ഗോപിയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. വനവാസ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റാകാൻ ധന്യ എന്ന പെൺകുട്ടിക്ക് കൈത്താങ്ങായതും സുരേഷ് ഗോപിയാണ്. മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പണം നൽകി ധന്യയ്ക്ക് കൈത്താങ്ങാവുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ സുരേഷ് ഗോപി. ഉയരെ പറക്കാനുള്ള ധന്യയുടെ ആഗ്രഹത്തിന് അങ്ങനെ സുരേഷ് ഗോപി കൂട്ടായി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റ് എന്ന നേട്ടം കൈവരിക്കാനുള്ള സഹായവുമായാണ് അന്ന് താരം ധന്യക്കരികിലെത്തിയത്. പിന്നെയും അദ്ദേഹം മറ്റൊരു ധന്യയെ സഹായിച്ചു. ഗുരുവായൂർ അമ്പലനടയിലെ മുല്ലപ്പൂ കച്ചവടക്കാരി. തിരുവനന്തപുരത്തെ സ്വകാര്യ ഏവിയേഷൻ അക്കാദമിയിൽ പഠിച്ച ധന്യ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്ന വാർത്ത അറിഞ്ഞ സുരേഷ് ഗോപി ഉടൻ തന്നെ ആവശ്യമായ തുക അയച്ചു കൊടുക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പഠനം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ധന്യയും സന്തോഷത്തിലാണ്. തന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ കൂടെ നിന്ന സുരേഷ് ഗോപിയോടുള്ള നന്ദിയും കടപ്പാടും ധന്യയ്ക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. നഗരസഭാ ക്ലീനിംഗ് ജീവനക്കാരനായ വാകത്താനം വാലുപറമ്പിൽ മഹേഷിന്റെയും ബിന്ദുവിന്റെയും മകളാണ് ധന്യ. പോളിടെക്നിക് പഠനകാലത്ത് കണ്ട ഉയരെ എന്ന സിനിമയാണ് ജീവിതത്തിൽ പറക്കാനുള്ള മോഹം സമ്മാനിച്ചത്. എന്തായാലും ഇതൊക്കെ പറയുന്നത് നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് എന്ന് ഓരോ വട്ടവും തെളിയിക്കുകയാണ്. സാമൂഹിക സേവന രംഗത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന സുരേഷ് ഗോപി നല്ലൊരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ്. നിരവധി ആളുകൾക്ക് രോഗമുക്തിക്ക് വേണ്ടിയും സർജറിക്ക് വേണ്ടിയും നിർദ്ധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുമൊക്കെ തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എന്നും അദ്ദേഹം നീക്കിവെക്കാറുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഏറെ ഉണ്ട് എങ്കിലും അദ്ദേഹത്തിലെ കാരുണ്യ പ്രവർത്തകനോട് എന്നും എല്ലാവർക്കും ആദരവ് തന്നെയാണ്. 63ാമത് സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത് തൃശ്ശൂരാണ്. നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശ്ശൂരിലെത്തിയത്. 1008 പോയിന്റ് നേടിയാണ് തൃശ്ശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. 1999 കൊല്ലം കലോത്സവത്തിലാണ് തൃശ്ശൂർ അവസാനമായി കപ്പ് നേടിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.